ഞാൻ ഓഫീസിലായോണ്ട് വിളിക്കാത്ത കേട്ടോ വേണം. ഇപ്പോ ഈ അഭിനന്ദനങ്ങൾ സഹിക്കേ. ഓക്കെ, അത് കേട്ട് ക്ഷീണിക്കുമ്പോ ഞാൻ വിളിക്കാം. അപ്പോ കൺഗ്രാറ്റ്സ്. താങ്ക് യു ജോണേട്ടാ. ഞാൻ അമ്മയ്ക്ക് എഴുതാം. വീണ സരസു എന്തിയേ? അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാൻ ടീച്ചറെ. പറയണേ, എന്തായി സരസു ബാക്കി കാര്യങ്ങള്? എടി, സന്തോഷം ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോഴും വീണ അവിടെ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. കുഞ്ഞിയുടെ ഇടപെടൽ കാരണമാണ് ഇപ്പൊ ഇത്രയും മാറ്റം വന്നത്. ആ ഒരു സെന്റിമെന്റ്സ് വീണയ്ക്കും കാണും അല്ലെ? സന്തോഷിന്റെ ജീവിതം ഇരുട്ടിലായി പോകരുത് എന്നൊരു കരുതൽ കുഞ്ഞിക്കുണ്ട്. അതിന്റെ അലട്ടല് വീണയ്ക്കും കാണും അല്ലെ? എന്തോ ഒരു വിഷമം അവക്കുണ്ട്. ജോണിന്റെ കാര്യം ഇനി എന്തെങ്കിലും ആലോചിക്കാൻ സാധ്യതയുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. അവൾ എന്തൊക്കെയോ കൺഫ്യൂഷനിലും ടെൻഷനിലും അമേരി. അവള് ആദ്യം നോക്കി ആവട്ടെ, അതല്ലേ നല്ലത്. അതാ നല്ലത്. ഞാൻ എന്റെ ടെൻഷൻ കാരണം വെറുതെ ചോദിച്ചതാ. എനിക്ക് ഇപ്പൊ കൂടുതൽ സംസാരിക്കാനേ പാടാ. അവൾ എന്റെ ചുറ്റും തന്നെയുണ്ട്. ഞാനെന്നാ പിന്നെ വിളിക്കാം. എന്നാ ശരി, നീ പിന്നെ വിളിക്കാം. എത്തിയതല്ലേ ഉള്ളൂ, ഫ്രഷ് ആയി ചായ എന്തെങ്കിലും കുടിക്കേ. ശരിടേ, ഓക്കെ. അമ്മേ, വീണയുടെ കാര്യത്തില് നമ്മളൊന്നും അങ്ങോട്ട് പ്രഷറൈസ് ചെയ്യണ്ട. പിന്നെ വീണ ഇപ്പൊ കടന്നു പോകുന്ന ഒരു മെന്റൽ പ്രഷർ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാമോ അവരാ കാര്യം ഡിസൈഡ് ചെയ്യട്ടെ. മനസ്സിലായി, അത് തന്നെയാടാ ശരി. ഭാർഗവൻ സീരിയൽ നടക്കുന്നതിനിടെ ചെയ്ത സിനിമ 8 നിലയിൽ വീണു. കാലങ്ങൾക്ക് ശേഷം സിനിമയിൽ ഒരു പുനഃപ്രവേശത്തിന് നോക്കിയതാ ഭാർഗവൻ. പക്ഷെ വലിയ വീഴ്ചയായിരുന്നു. അതുവരെ ഉണ്ടാക്കിയത് ഒക്കെയും വീടും കാറും തിയേറ്ററും ഒക്കെ വിൽക്കേണ്ടി വന്നു. ഭാർഗവൻ ആകെ തകർന്നു. എങ്കിലും എങ്ങനെയോ പാവം ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നു. ശശികല വീഴ്ചയെക്കുറിച്ചൊന്നും ഒരു ബോധ്യവുമില്ലാതെ വാടക വീട്ടിലും പഴയതുപോലെ പ്രൗഢി കാണിച്ച് ജീവിക്കും. ബുദ്ധിമുട്ടെങ്കിലും പഴയ പട്ടുസാരിയും മറ്റും ഇപ്പോഴും കയ്യിലുണ്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, രേണുസ് ബ്യൂട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രേണുസ് ബ്യൂട്ടി ടിപ്സിൽ ചില പച്ചക്കറികളും ഫ്രൂട്ട്സും ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ സ്കിൻ ടോൺ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം. രേണുക വീണ്ടും വ്ളോഗിൽ സജീവമായി. മഹേഷുമായുള്ള പ്രശ്നങ്ങൾ മാറിയെങ്കിലും ശശികലയ്ക്ക് മഹേഷിനെ അംഗീകരിക്കാൻ വിഷമമാണ്. അതുകൊണ്ട് രേണുക മഹേഷിനൊപ്പം പോകുന്നത് ശശികലയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പോയാൽ ശശികല ജീവനൊടുക്കും എന്നൊക്കെയാ ഭീഷണി. ഇതിനിടയില് ഋത്തുക്കുട്ടനാണ് പെട്ടുപോയത്. ഇഷ്ടമില്ലാത്ത ഇടത്ത് രേണുകയ്ക്ക് വേണ്ടി പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുകയാണ് പാവം ഋത്തുക്കുട്ടൻ. മഹേഷേട്ടാ, ആണോ? ഞാൻ എന്താ എത്തി. അതിപ്പോ നീ പറയുന്നുണ്ട്. CCTV ഓണാണ് കേട്ടോ. അതെപ്പോഴും ഓണാണടാ. മനുഷ്യരെ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതേ ഇഷ്ടമല്ലാത്തൊരു CCTV. അതെ, കേറിയിരിക്കും മോനെ, കേറിയിരിക്കേ. അതൊന്നും എല്ലാവർക്കും ഇഷ്ടാവില്ല മാമ. ഋതു, CCTV മാറി മോനെ. രേണുവിന്റെ പുതിയ വീഡിയോ കൊള്ളാട്ടോ, ഞാൻ കണ്ടു. ഒന്നും ചെയ്തില്ലല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക്, ഷെയർ, ചെയ്യാടാ ഋതുസേ, ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഋതുടാ, ബൈ. ചെറിയൂർ സർക്കിളായി വിഷ്ണു ജോയിൻ ചെയ്ത് വൈകാതെ തന്നെ ഇവിടെ ഈ വാടക വീട്ടിലേക്ക് അവര് മാറി. പത്മമ്മയെ അവര് നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചെങ്കിലും വന്നില്ല. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും നിർബന്ധങ്ങളിലും ആണല്ലോ ജീവിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വിഷ്ണുവിന് സ്റ്റേഷനിൽ പോകാനും ഇതാ സൗകര്യം. രാധയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കണം, തന്റേതായ ഒരു നീക്കിയിരിപ്പ് വേണം എന്നൊക്കെയുള്ള വാശിയിൽ അവളുടെ ഓൺലൈൻ ഗാർമെന്റ്സ് പരിപാടി പിന്നെയും സജീവമായി. ഹലോ, അതെ, രാധാ വീവ്സ്. ഓക്കെ, പുതിയ സ്റ്റോക്ക് ഒക്കെ ഇന്ന് വരുന്നുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്താ നാളെ തന്നെ അയക്കാം. ശരി ശരി, ഓക്കെ. എത്രയായിരുന്നു? ശരി, താങ്ക് യു. ഇപ്പൊ രാധയുടേതായ കുറെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടവും ട്രെൻഡും മനസ്സിലാക്കി തുണികൾ തെരഞ്ഞെടുക്കാനും വാങ്ങാനും രാധ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്തു തുടങ്ങി. തന്നിൽ തന്നെയുള്ള വിശ്വാസം രാധയ്ക്ക് വല്ലാതെ കൂടി. കാവ്യപ്പോ ആരും പറഞ്ഞില്ലെങ്കിലും പഠിത്തത്തിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നു. കാവ്യ, അവിടെ ടേബിളിൽ വന്നിരുന്ന് പഠിക്കുക. കാവ്യ, എവിടെ ഇരുന്നാലും പഠിച്ചാ പോരെ? അതെ, കട്ടിലിരുന്ന് ഉറക്കം വരും, അതുകൊണ്ടായി പറയുന്നത്. പഠിക്കണമെന്നുണ്ടേ എവിടെ ഇരുന്നാലും ഉറക്കൊന്നും വരൂലമ്മ. പുതിയ തലമുറയല്ലേ, ഇതിനും അപ്പുറം പ്രതീക്ഷിക്കാം. ഇപ്പൊ അകത്തും പുസ്തകാന്ന് പറയാം, അതുടനെ മൊബൈലാവും. കൊള്ളാം. ചെന്നാൽ സർ, അയാൾ നമ്മുടെ സർക്കിൾ തന്നെ ഉണ്ട് സർ. ഉടനെ പൊക്കും, ഉറപ്പാണ്. ഇല്ല സർ, നേരത്തെ പറഞ്ഞ പോലെ അല്ല. ഇത്തവണ എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. വിഷ്ണുവിന്റെ കേസ് അന്വേഷണവും ടെൻഷനും തുടരും. അതിന് വേറെ വലിയ മാറ്റമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതുമില്ല. രാധയുടെ ബിസിനസ് കാര്യങ്ങളിൽ കല്യാണിയും സഹായിക്കുന്നുണ്ട്. അമ്മേ, വന്നോ? നമ്മള് സോഷ്യൽ മീഡിയയിലെ ഇന്നലെ ഇട്ട പുതിയ സെറ്റിന്റെ ഇമേജസ് ഇല്ലേ? പ്രിന്റഡ് സിൽക്ക് അല്ലേ? അതെ. അതിന് നല്ല റെസ്പോൺസ് ഉണ്ട്. നല്ല ഓർഡർ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ സ്റ്റോക്ക് വേണേലേ ഇപ്പോഴേ വിളിച്ച് പറഞ്ഞേക്കാം. എന്നാ ശരി, വിളിക്കാം. സോഷ്യൽ മീഡിയ ബിസിനസിന് വേണ്ടി നന്നായി കല്യാണി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൊത്തത്തിൽ രാധയുടെ ജീവിതം കൂടുതൽ സജീവമായി. വിഷ്ണുട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടേ. കഴിക്കാനൊന്നും സമയമില്ല. കുറച്ച് നാളായി ഒരുത്ത് ഞങ്ങളായിട്ട് കളിപ്പിക്കുക. അവൻ എന്തായാലും ഇന്ന് പോകും. എത്ര പറഞ്ഞാലും അച്ഛൻ മാറില്ല.
അച്ഛൻ സ്റ്റേഷനും എടുത്ത് വീട്ടിൽ വരും. അച്ഛനെ ഒരു ഡോസ് കൊടുത്താ ഓക്കെ ആവും. പിന്നെ എന്തേ കൊടുക്കാത്തെ? എന്താടി ഇത്ര പഠിത്തം? ചിത്രകഥയാണോ? ആ ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്ക് ശശിയുടെ. ഓ അമ്മ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാതെ ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നാ എങ്ങനെ ശരിയാവും? എന്താടാ ഋതു? അച്ഛനും ഇങ്ങനെ രണ്ടിടത്തായിട്ട് എത്ര നാള് എന്ത് ചെയ്യാനാടാ മോൻ? അമ്മ ഇങ്ങനെ വഴി മുടക്കി ഇക്കാറ് നിൽക്കുന്നോണ്ടല്ലേ. ആര് കുറുകെ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ടേ അതൊന്നും പ്രശ്നമല്ല. മഹേഷേട്ടന്റെ കൂടെ പോയാ കെട്ടി തൂങ്ങിച്ചാവുന്നല്ലേ അമ്മ പറയുന്നത്. അത് അമ്മമ്മയുടെ ഈഗോ കാരണ. അല്ലാതെ ആരെങ്കിലും സ്വന്തം മോള് ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന തടസ്സം. അതും ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ കാര്യങ്ങള്. അച്ഛനിപ്പോ നാട്ടിലെ വലിയ ബിസിനസ്മാൻ അല്ലേ, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പൂപ്പന്റെ ബിസിനസ്സും പൊട്ടി കടവും കയറി വീടും കാറും ഒക്കെ കൊടുത്തു. ഈ വാടക വീട് വരെ എത്തിയില്ല. എന്നിട്ട് അമ്മമ്മയുടെ അഹങ്കാരവും ഗമയൊക്കെ കുറഞ്ഞു. ഞാൻ എന്ത് ചെയ്യരുത്തു? ഞാൻ പോയിട്ട് ഇനി അമ്മമ്മ എന്തെങ്കിലും കടുക്കായി ചെയ്താ ഇനി ഉള്ള കാലം മുഴുവൻ എനിക്ക് സങ്കടാവും. ഇതൊക്കെ ജയിക്കാൻ വേണ്ടി പറയുന്നത്. അതും കേട്ട് ഇവിടെ അമ്മ അമ്മയുടെ ലൈഫ് കളയരുത്. ഇപ്പൊ എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടാക്കേണ്ട ഒരു കാര്യം അച്ഛൻ അമ്മയെ വിചാരിച്ച് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കിവിടെ ഒട്ടും പറ്റുന്നില്ല. അമ്മ അമ്മമ്മയുടെ കാര്യം ആലോചിക്കും പോലെ എന്റെ കാര്യവും എന്റെ ബുദ്ധിമുട്ടും കൂടി ആലോചിക്കും. അതെനിക്ക് അറിയാടാ ഋതു. എല്ലാം ശരിയാവും, നമുക്ക് നോക്കാം. അങ്ങനെ ഒന്നും ശരിയാവൂല അമ്മ. നമ്മള് ശരിയാക്കിയേ പറ്റൂ. അച്ഛനും അമ്മയും ചേർന്ന് പോകാനല്ലേ അന്ന് രണ്ടാളും കൗൺസിലിങ്ങിനൊക്കെ പോയി എല്ലാ പ്രശ്നവും പരിഹരിച്ചത്. ആ അതെന്തിനായിരുന്നു? നീ പറയുന്നതൊക്കെ നേരാടാ. പക്ഷെ ഇപ്പൊ ഞാൻ ആകെ കുരുങ്ങിയ മട്ടില്ല. ഇനി ഒരു വഴിയേ ഉള്ളൂ. അതത്ര എളുപ്പമല്ല. എന്താടാ അത്? അന്ന് അമ്മയും അച്ഛനും കൗൺസിലിംഗ് ചെയ്ത പോലെ അമ്മമ്മയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ആഹാ, അത് നേരാ. അതില് ചിലപ്പോ നിന്റെ അമ്മമ്മ നേരെയാവും. അമ്മമ്മയ്ക്ക് ചെറിയ കൗൺസിലിംഗ് ഒന്നും പോരാ. അതിലൊന്നും ഒതുങ്ങുന്ന ആളുമല്ല അമ്മമ്മ. ബോസിന്റെ ഒരു ബോസിന്റെ ഒരു പരിപാടി ഉണ്ട് മോനെ. ഒരു വിധം ഭാര്യ കിളിയൊക്കെ ഓക്കെ ആവും. ആണോ? അത് ശരിയായില്ലെങ്കിൽ വേറെന്തെങ്കിലും വഴി. അല്ലാതെ എന്നാൽ ഇങ്ങനെ പോവുള്ളൂ. ഞാനേ മഹേഷേട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം. അച്ഛൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്താ പോകും. ഇനി അച്ഛനായിട്ട് പരീക്ഷിക്കരുത്. നീയെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. എല്ലാം നമുക്ക് ശരിയാക്കാറുത്തു. എന്റെ മോൻ സമാധാനിക്കും. അമ്മമ്മയുടെ ഹാപ്പിനെസ്സിന് ഒരു പ്രശ്നവും ഇല്ല. ടിവിയും കണ്ടി ഇങ്ങനെ ചിരിച്ചാൽ മതി. ബാക്കിയുള്ളവരുടെ ലൈഫ് ഒന്നും അമ്മമ്മയ്ക്ക് പ്രശ്നമല്ല. അപ്പൊ പിന്നെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് പാളീസായെങ്കിൽ പഴയ പട്ടുസാരിയും ചുറ്റി മേക്കപ്പ് ഒക്കെ ചെയ്ത് പഴയ പ്രൊഡ്യൂസറിന്റെ വൈഫായിട്ട് തന്നെ അമ്മമ്മ ഇങ്ങനെ ഗമിക്ക് ഇരുന്നോ? എന്താണ് ഞാൻ ഗമ കാണിച്ചാല്? അതിനുള്ള യോഗ്യത ഉണ്ടായിട്ടാ കാണിക്കുന്നത്. അതിനുള്ള മണിയൊക്കെ ഇപ്പോഴും ഉണ്ടോന്നേ അപ്പനോടൊന്ന് ചോദിച്ചു. നിങ്ങൾ കാരണം കൊച്ചു പിള്ളേരുടെ വായിന്ന് വരെ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. കാര്യങ്ങളൊന്ന് പാളിപ്പോകും വരെ വലിയ രീതിയിൽ ജീവിച്ചത് ഞാൻ കാരണമാണെന്ന് മറക്കരുത്. നിങ്ങൾ ഈ പഴയ കണക്ക് പത്രാസം പറഞ്ഞിരുന്നോ? മനുഷ്യന് കുറച്ച് സ്വൈരം തരുമോ നീ? സന്തോഷേട്ടാ, അതെ, പുതിയ പുസ്തകത്തിന് കിട്ടിയ വീണ ഞാൻ ഓൺലൈനിൽ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആണോ? ഇന്നോ നാളെ വരും. വരട്ടെ. നന്നായി. ഇപ്പൊ എപ്പോഴും വായനയാ മോളെ. അത് നല്ലതാ അച്ഛൻ. ഇതും വായിച്ച് ഇവിടെ തന്നെ അടച്ചിരുന്ന എന്താവും? സന്തോഷേട്ടനിടയ്ക്ക് സന്തോഷേട്ടന്റെ ലൈബ്രറിയിലേക്ക് വന്നു. അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടുത്തെ മിക്ക ബുക്സും ഞാൻ വായിച്ചതാ. വായിക്കാനല്ല, നേരത്തെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സന്തോഷേട്ടൻ ആക്റ്റീവ് ആയിരുന്നില്ല. അതുപോലെ ഒന്ന് ആക്റ്റീവ് ആവുക. അങ്ങോട്ടൊന്നും എനിക്ക് ഇറങ്ങാൻ വയ്യ വീണ. ഭയങ്കര മടുപ്പാ. ഇറങ്ങിയാലും മടുപ്പൊക്കെ മാറും. പിന്നെ സന്തോഷേട്ട പ്രൈമറി ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് ഞാനും ഉണ്ട്. എത്രയാ റാങ്ക്? 21. ആഹാ, നല്ല റാങ്കാണല്ലോ. പെട്ടെന്ന് തന്നെ നിയമനം നടക്കും. നടന്നാ മതിയായിരുന്നു. മോളെ മണി ആ. അറിഞ്ഞോ? വീണ പ്രൈമറി ടീച്ചേഴ്സിന്റെ ലിസ്റ്റിലുണ്ടെന്ന്. ആണോ? അന്ന് അമ്മ എനിക്ക് ജോലിയില്ലാന്നും കള്ളത്തരത്തിൽ ജോലി നേടിയെന്നൊക്കെ പറഞ്ഞു എന്തുമാത്രം എന്നെ തള്ളി പറഞ്ഞു. ഉള്ളു പൊള്ളിയത് അമ്മ എന്ന് ശരിക്കും വിഷമം തോന്നി. അതൊന്നും ഉള്ളിൽ വെക്കല്ലേ മോളെ. എനിക്ക് പറ്റിയ തെറ്റാ അത്. എന്റെ വിവരക്കേട്. നീ അതൊക്കെ പുറത്ത് മാപ്പ് തരണം. നിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ഈ അമ്മ ഇപ്പൊ അത്രയ്ക്ക് കിടന്ന് വേദനിക്കുന്നുണ്ട്. നിനക്കറിയാലോ. നീ ഇത് പറയല്ലേ മോളെ. മാപ്പ്. പിന്നെ ഞാൻ പലതവണ പറഞ്ഞതാണ്. എങ്കിലും വീണ്ടും പറയാ. പെറ്റ വയറിന്റെ പിഴച്ചിലായിട്ട് എടുത്താ മതി. കുഞ്ഞുട്ടനെ കൈവിടല്ലേ മോളെ. കണ്ണേറ്റങ്കര സ്കൂൾ അടയാളപ്പെടുത്തും ഈ കാര്യം. സന്തോഷത്തിന് ഒരു വിധത്തിലും പോകാൻ തയ്യാറാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ സന്തോഷത്തിനോടൊന്ന് സംസാരിച്ചു നോക്കാൻ. ഇങ്ങനെ എത്ര കാലം സന്തോഷിന്റെ കാര്യങ്ങൾക്ക് പിറകെ നടക്കും കുഞ്ഞെ?